നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മനസ്സ് 1000 വഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അനുഭവത്തിലായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം നിങ്ങളെ ഞെരുക്കി കളയുന്നുണ്ടാവും. ഈ സ്ട്രെസ്സ് നിങ്ങളുടെ സ്വതന്ത്രമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവിനെ അമർത്തി കളയുന്നത് എങ്ങനെയെന്നും, ഈ സ്ട്രെസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് തെളിച്ചം കൊണ്ടുവരുമെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. രാവിലെ 2 മണി, നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങൾ കണ്ണ് തുറന്ന് മുകളിലേക്ക് കണ്ണുമിഴിച്ചു നോക്കുകയാണ്. തലേദിവസം പകൽ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ മാറി മറിയുന്നു. വന്നുപോയ വീഴ്ചകൾ, കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. ഒരു വല്ലാത്ത പിരിമുറുക്കം നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പ്രഭാതത്തെക്കുറിച്ചും ആ ദിവസത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ള ഉറക്കം വീണ്ടും നഷ്ടപ്പെടുകയാണ്. മനസമാധാനം നഷ്ടപ്പെട്ട് തകർന്നു പോകുന്ന അനുഭവത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇതിനൊരു പരിഹാരം വേണം എന്ന് മനസ്സിന് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ബ്രെയിൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതും അതിനൊരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതും. ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത് പരിശ്രമിക്കുമെങ്കിലും ഒരു ഉത്തരവും ലഭിക്കാതെ നിങ്ങൾ വീണ്ടും വീണ്ടും ആശയക്കുഴപ്പത്തിലേക്ക് പോവുകയും നിങ്ങളുടെ ആങ്സൈറ്റി വർദ്ധിച്ച്, നിങ്ങളുടെ ഭയം വർദ്ധിച്ച്, നിങ്ങളുടെ ഉറക്കവും സമാധാനവും നഷ്ടപ്പെടുന്ന അനുഭവത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് ഒരുപക്ഷെ പരിചിതമായ ഒരു അനുഭവമായിരിക്കാം. ഇത്തരം അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒട്ടനവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ അനുഭവം എന്നെ പഠിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ട്രെസ്സിനെ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് പഠിച്ചില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ തളർത്തിക്കളയും എന്നുള്ള ഒരു വലിയ സത്യമാണ്. ഇതെന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത്? സ്ട്രെസ് ഉള്ളപ്പോൾ നമ്മൾ ഒരു സർവൈവൽ മോഡിലേക്ക് മാറുകയാണ്. ഒരു അതിജീവന മോഡിലേക്കാണ് നമ്മൾ വരുന്നത്. 2 തരത്തിലുള്ള സാധ്യതകളാണുള്ളത്. ഒന്ന് സർവൈവൽ മോഡ്, അതുപോലെ ഒന്ന് തിങ്കിങ് മോഡ്. അപ്പോൾ ഈ സർവൈവൽ മോഡിലേക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം അല്ലെങ്കിൽ നിലനിൽക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ് ചെയ്യുക. ഈ ഒരു മോഡിലേക്ക് ആയിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ കോർട്ടിസോൾ നിറയുന്നു. അങ്ങനെ വരുന്ന അവസ്ഥയിൽ തലച്ചോറ് പണിയെടുക്കാൻ മടി കാണിക്കുന്നു. വളരെ എളുപ്പത്തിലുള്ള, ഏറ്റവും എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ഒരു ഉത്തരത്തിലേക്കും സൊല്യൂഷനിലേക്കും നമ്മുടെ ബ്രെയിൻ എത്തിച്ചേരുന്നു. എന്നാൽ സ്ട്രെസ് ഇല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പല വ്യക്തമായ നിരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ഡേറ്റയിലൂടെ നമുക്കൊരു നല്ല ഉത്തരത്തിലേക്ക്, ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നു. സ്ട്രെസ്സിലായിരിക്കുമ്പോൾ നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ യെസ് എന്ന് പറയാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീരുമാനമെടുക്കുന്നതിൽ നിന്നും ഒളിച്ചോടാനായിട്ടുള്ള ഒരു സാധ്യത അതും വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ ജീവിത രീതി തുടരുന്ന അനുഭവത്തിലേക്ക് വരുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം സ്ട്രെസ്സ് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിതശൈലിയല്ല, അത് നമ്മുടെ ജീവിതത്തെ തളർത്തി കളയുന്ന ഒന്നാണ് എന്നുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഈ സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു വ്യക്തതയുടെ പ്രശ്നമല്ല, ഇതൊരു ശബ്ദത്തിൻ്റെ പ്രശ്നമാണ്. ഈ ശബ്ദം എന്നുള്ളത് പുറത്തു നിന്നുള്ള ശബ്ദം മാത്രമല്ല, ഉള്ളിൽ നിന്നുള്ള ശബ്ദം കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പാഞ്ഞു പോകുന്ന ചിന്തകൾ, നിയന്ത്രിക്കാൻ പറ്റാത്ത ചിന്തകൾ, നമ്മുടെ മനസ്സിലൂടെ മിന്നി പറയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം കൂടി ഒന്നു ചേരുന്ന ആ സമുച്ചയത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ശബ്ദം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് നോയ്സ് എന്നാണല്ലോ. അപ്പോൾ ഈ ശബ്ദങ്ങളെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ബ്രെയിനിനെ ഒരു അതിജീവന മോഡിൽ, അതായത് സർവൈവൽ മോഡിൽ തന്നെ നിലനിർത്തുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു തിങ്കിങ് മോഡിലേക്ക് നമ്മുടെ ബ്രെയിനിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കൂടുതൽ ചിന്തിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നിശബ്ദതയിലേക്ക് വരിക എന്നുള്ളതാണ്, ശാന്തമാവുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് ശാന്തമായി കഴിയുമ്പോഴാണ്, നിശബ്ദമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയുക. ഇതിന് സഹായിക്കുന്ന ഒരു നല്ല ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഫ്രീസ് ആവുന്നത് പോലെയാണ്. നമ്മുടെ ഫോൺ ഫ്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ആപ്പുകളും തുറക്കാനോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യാനോ ശ്രമിക്കില്ല. അതിന് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൊടുക്കുന്നു, റീസെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഫ്രീസിങ് മോഡിൽ നിന്ന് പുറത്തു വരിക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും നമ്മൾ ഒരു ഫ്രീസിങ് മോഡിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് നിശബ്ദത അതിന് കൊടുക്കുകയാണ്, ശാന്തത കൊടുക്കുകയാണ്, നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അത് നമ്മളെ സഹായിക്കുന്നത് അപ്രകാരമാണ്. നിങ്ങളെ തന്നെ മനഃപൂർവ്വം ഒന്ന് നിർത്തുകയാണെങ്കിൽ, ഒന്ന് സൈലൻസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ശ്വാസം വളരെ സാവധാനത്തിലേക്ക് വരുന്നു. നമ്മൾ നമ്മുടെ ബ്രെയിനോട് പറയുകയാണ്, നിങ്ങൾ സുരക്ഷിതരാണ്, ഒന്നിനെക്കുറിച്ചും വറിയാവേണ്ടതില്ല, ഞാൻ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആണ് എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ ഒരു സർവൈവൽ മോഡിൽ നിന്നൊരു ചിന്താ മോഡിലേക്ക് വരുന്നു. കുറച്ചുകൂടി ക്ലാരിറ്റി നമ്മുടെ ബ്രെയിനിന് വരുന്നു. ഭയപ്പെടാതെ ഒരു ശാന്തതയോടെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമായിട്ട് വരുന്നു. ചിലപ്പോഴെങ്കിലും ആളുകൾ പറയാറുണ്ട്, ഇങ്ങനെ നിശബ്ദമാകുക എന്നുള്ളത് ഒരു നിഷ്ക്രിയത്വത്തിലേക്ക് വരിക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, ഇതൊരു പ്രിപ്പറേഷനാണ്.
നമ്മുടെ മനസ്സിൽ അല്ലെ നമ്മുടെ ബ്രെയിനിൽ നിറഞ്ഞിരിക്കുന്ന ആ മൂടൽ മഞ്ഞിനെ മാറ്റാനായിട്ടുള്ള ഒരു ഒരുക്കമാണ് ഈ ശാന്തത അല്ലെങ്കിൽ നിശബ്ദത കൈവരിക്കുക എന്നുള്ളത്. നമ്മൾ മറന്നു പോകരുതാത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട വ്യക്തത നമുക്ക് വരുന്നത് ഈ നിശബ്ദതയിലൂടെയാണ്. കൂടുതൽ പരിശ്രമിക്കുന്നതിലല്ല നമുക്ക് ഈ വ്യക്തത കൈവരുന്നത്. നമ്മൾ ആത്മാർത്ഥതയോടെ നമ്മുടെ ജീവിതത്തെ തന്നെ നിശബ്ദമാക്കുമ്പോഴാണ് നമുക്കൊരു വ്യക്തത കടന്നു വരുന്നത്. നമ്മളെ തേടിയെത്തുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ഇടം ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഒരല്പസമയം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു ഒഴിഞ്ഞ കോണിൽ ശാന്തമായിരിക്കുക. ഒരു അല്പസമയം നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് നിശബ്ദമാക്കുക. നന്നായിട്ട് ഒരു 3-4 തവണ ശ്വാസോച്ഛ്വാസം ചെയ്ത് ഒരു കോൺസെൻട്രേഷനിലേക്ക് വരിക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വ്യക്തമായ ചില ചോദ്യങ്ങൾ ചോദിക്കുക. എന്താണ് ഈ ഒരു അനുഭവം എന്നോട് സംസാരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഈ ഒരു അനുഭവം എന്നോട് സംസാരിക്കുന്നത്? അല്പസമയം ശാന്തമായിട്ടിരിക്കുക. മനസ്സിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ നമ്മുടെ ഉത്തരം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലതരത്തിലുള്ള ചിന്തകൾ കടന്നു വരുമ്പോഴും നമ്മൾ അതിനെ തടയാതെ അതിനെല്ലാം അനുവദിച്ച് നമ്മുടെ മനസ്സിൻ്റെ തെളിമയിൽ ഏറ്റവും നല്ല ഉത്തരം, അനുയോജ്യമായ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്രകാരം നമ്മൾ തീരുമാനമെടുക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരിക്കലും തീരുമാനമെടുക്കുന്നത് സ്ട്രെസ്സിൽ നിന്നായിരിക്കില്ല, മറിച്ച് വിവേകത്തിൽ നിന്നായിരിക്കും. ഒരു വിസ്ഡത്തിൽ നിന്ന് നമ്മൾ തീരുമാനമെടുക്കുന്ന അനുഭവത്തിലേക്ക് വരും. നമ്മൾ കൂടുതൽ ശക്തിയുള്ളവരായിട്ട് മാറുന്ന അനുഭവം നമുക്കുണ്ടാവും. നമ്മുടെ ഉള്ളിലെ കൊടുങ്കാറ്റ് ശാന്തമായിട്ട് വരുന്ന അനുഭവം നമുക്കുണ്ടാവും. നമ്മുടെ ബന്ധങ്ങളൊക്കെ ഊഷ്മളമായിട്ട് വരുന്ന അനുഭവത്തിലേക്ക് വരും. അങ്ങനെ ജീവിതം മുഴുവൻ മാറി മറിയുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഒരു നിശബ്ദത നമ്മൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മുടെ സ്ട്രെസ്സിനെ നിയന്ത്രിച്ച് ഒരു നല്ല തീരുമാനത്തിലേക്ക് എത്താൻ പരിശ്രമിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഓർക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനുമുള്ള അവകാശമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത്രയും നേരം എന്നോടുകൂടി യാത്ര ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ഒരു സ്ട്രെസ്സിലാണ് നിങ്ങളുള്ളത് എങ്കിൽ, ഒരു നല്ലൊരു ധ്യാനം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു നല്ല ഗൈഡഡ് മെഡിറ്റേഷൻ ഈ വിഷയത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല വ്യക്തതയിലേക്ക് വരാനായിട്ട്, നിശബ്ദമായിട്ട് ജീവിതത്തെ ഒന്ന് വിലയിരുത്താനായിട്ട് സഹായിക്കുന്ന ഒരു നല്ല മെഡിറ്റേഷൻ, അതിൻ്റെ ലിങ്ക് ഈ സ്ക്രീനിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു നല്ല ഇയർഫോൺ ധരിച്ച് അല്പസമയം ഒരു 10-15 മിനിറ്റ് ശാന്തമായിരുന്ന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യാനായിട്ട് സമയം ചെലവഴിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തതയും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമൊക്കെ നിങ്ങൾ നിശബ്ദതയിൽ കണ്ടെത്താൻ തുടങ്ങും. അതിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു.